ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഇതെൻ്റെ 8th പാർട്ടാണ്. ഞാൻ ഓൾറെഡി ജോബ് സീരീസിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഇത് 8ാമത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മുന്നത്തെ പാർട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 വന്നിട്ടുള്ള കമൻറ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ടാണ്. കുറച്ച് പേര് ഡൗട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കമൻറ്റിൽ ഇടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് കമൻറ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ CV എങ്ങനെ ഉണ്ടാക്കാം, ഇവിടെ ഏത് CV ആണ് നിലവിലുള്ളത്, പിന്നെ ഞാൻ ഏത് CV ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇൻഡീഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, നൗക്കരിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാക്കൻസി അലർട്ട് സെറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് ഇതെല്ലാം കവർ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ തേർഡ് പാർട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേർഡ് പാർട്ടിൽ എൻ്റെ ജേണിയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ ലൈഫിൽ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും 2 പേര് ആ കമൻറ്റിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് അമ്മയാണെന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഒരു വീട്ടിൽ അമ്മയാണ് ഇങ്ങനെ മുൻകൈയൊക്കെ എടുത്ത് പഠിപ്പിക്കണമെങ്കിൽ അപ്പോൾ അവരുടെ ഡ്രീമും കൂടെ ആയിരിക്കും നമ്മളെ കൊണ്ട് സാധിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ അമ്മാമ്മയ്ക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അമ്മാമ്മ അന്നത്തെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും ഇംഗ്ലീഷ് എല്ലാം വായിക്കാൻ അറിയാം. അപ്പോൾ കുറേ വേർഡൊക്കെ അമ്മാമ്മ ഇങ്ങനെ പറയും, എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ വേർഡ്സുകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. അമ്മാമ്മ വായിക്കാറുണ്ട്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു ഡിഗ്രി എടുക്കണം, അന്നത്തെ കാലത്ത് ഡിഗ്രി അല്ല +1 +2 ഒക്കെ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ അമ്മേനെ അങ്ങനെ പഠിപ്പിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു നല്ലൊരു ജോബിൽ കയറാൻ അന്ന് അവരുടെ വീട്ടിൽ 3 പേരായിരുന്നു. അപ്പോൾ അവർക്ക് പഠിക്കാൻ ആദ്യം അമ്മ ജോലിക്ക് പോയി. അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മാമ്മയുടെ ഡ്രീം അമ്മയ്ക്ക് സാധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ 2 പേരുടെ ഡ്രീമാണ് ഞാൻ സാധിക്കുന്നത്. അവർക്ക് 2 പേർക്കും ഞാനൊരു എഞ്ചിനീയർ ആവണം എന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഒരിക്കലും എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റുമെന്ന് എനിക്കറിയുന്നുണ്ടായില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥനകൾ കൊണ്ടും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് അതിന് അവരുടെ അടുത്ത്. അവരെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ പാർട്ട് 3 എങ്ങനെ ഞാൻ ദുബായിക്ക് വന്നത്, പലിശയ്ക്ക് കടമെടുത്തിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മനസ്സിലായി. മുന്നേ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് വരാറുണ്ട്. അലീന, എനിക്കിങ്ങനെ വരണമെന്നുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അലീന ചേച്ചി, ഞങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് വരാനുള്ള ഒരു എമൗണ്ടൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ കുറേ പേര് അമ്മമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ, ദൈവമേ, എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കില്ലേ. കാരണം സോഷ്യൽ മീഡിയയിലല്ല, അമ്മ സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ബ്ലർ പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂപ്പറൊക്കെ നമ്മൾ പറയുമല്ലോ, ഞാൻ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട്. ഞാനങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്നൊന്നും ഞാൻ എവിടെയും പറയില്ല. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അമ്മ പിൻസ്റ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതിന് മുന്നേ ആരോടെങ്കിലുമൊക്കെ എൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ദുബായിൽ ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബ് ഉണ്ടാവും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മുടെ അമ്മമാർ മാത്രമല്ല കേട്ടോ, അച്ഛന്മാരും എല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ ബ്രദറിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ബ്ലഡ് റിലേഷനിലാണ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്തതിൽ മോസ്റ്റ് ഓഫ് ദ കമൻറ്റ് അമ്മ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കമൻറ്റ് വായിക്കാം കേട്ടോ. പിന്നെ ABD ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് വന്നേക്കാണ്. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് ചേച്ചി എന്ന് പറഞ്ഞത്. ആക്ച്വലി എൻ്റെ ഒരു ഔട്ട് ഇത്രയേ ഉള്ളൂ. മിഡിൽ ക്ലാസ്സിലുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർക്ക് ഡ്രീം കാണാനുള്ള അവകാശം ഇല്ലെന്നാണ് കുറേ സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, നമുക്ക് ഇത്രയൊന്നും പോകാൻ പറ്റില്ല, നീ ഇത്രയൊന്നും ആഗ്രഹിക്കേണ്ട എന്നാണ് ആദ്യമേ തൊട്ടേ പറയുക. കാരണം അവരുടെ കയ്യിൽ അവർക്ക് പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊരു ഇൻപുട്ട് കൊടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറയുന്ന സമയത്താണ് അമ്മയുടെ അമ്മ മാലയൊക്കെ പണയം വെച്ചിട്ട്, പണയമല്ല വിൽക്കുകയാണ് ചെയ്തത്, വിറ്റിട്ട് ആണ്
എന്നെ ഇവിടെ അല്ല കേട്ടോ ബിടെക്കിന് വിട്ടത്. ആ മാല ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് ഇപ്പോൾ അത് ആഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സമയമാണെന്ന് തോന്നുന്നു. ഞാൻ ആ ക്ലിപ്പ് ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം, അമ്മാമ്മയുടെ സന്തോഷം കാണണം. അമ്മാമ്മയ്ക്ക് വളയും തന്നിട്ടുണ്ടായിരുന്നു അവസാന സെമ്മിൽ കുറച്ചും കൂടി പൈസ, അതും ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, മാല ഞാനാണ് കൊടുത്തത്. അത് നമ്മൾ ജോലി എടുത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചാൽ വലിയൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടോക്ക്. Any next question എന്ന് പറഞ്ഞാൽ ഐ ഫെൽറ്റ് സോ ഇമോഷണൽ വാച്ചിങ് ദിസ് എക്സ്പെഷ്യലി വെൻ യു ആർ സ്പോക്കൺ അബൌട്ട് യുവർ മം. യാ ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി അമ്മേനെ ഒരു 4 മണിക്കൂർ മിനിമം 4-3 മണിക്കൂർ ഞാൻ വിളിക്കാറുണ്ട്. അതിൽ കൂടുതൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. കാരണം ദുബായിൽ വരുന്ന സമയത്ത് എനിക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാൻ എനിക്കൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്നാലും ഹസ്ബൻഡിനോടും പറയും അമ്മയുടെ അടുത്തും പറയും. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ചോദിക്കാറുണ്ട് എന്താണ് ഇത്രയും അമ്മയുടെ അടുത്ത് സംസാരിക്കാനുള്ള. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഓഫീസിലെ ഈച്ച് ആൾക്കാരുടെ നെയിം അറിയാം, ഞാൻ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം, എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കൺട്രിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്, എന്ത് പ്രോജക്റ്റിലാണ്. എൻ്റെ അമ്മാമ്മയ്ക്കും അറിയാം, കാരണം ഞാൻ ഡെയിലി ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം. ഇപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ നെയിം പറഞ്ഞാൽ അവർക്ക് അറിയാം അത് എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ക്ലോസ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലിയാണ്. അതിൽ ഏറ്റവും എസ്പെഷ്യലി അമ്മയാണ്. അമ്മ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഓരോ വള്ളി പിടിച്ച് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ എന്താ പറയുക, ഞാനങ്ങനെ വെറുതെ അടങ്ങിയിരിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ അബിയാണെങ്കിലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഈ ഒരു ന്യൂ ജോബ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മളൊരു ജോബ് കയറുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. അയ്യോ ഇനി അവിടെ പോയാൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. പക്ഷേ അബി ഈസ് ലൈക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ജോബ് സ്വിച്ച് ചെയ്യാൻ തന്നെ കാരണം. അപ്പം അമ്മേനെ എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ അമ്മയുടെ അടുത്ത് ഭയങ്കര കണക്റ്റഡ് ആണ്. അമ്മയുടെ പേര് വെച്ച് ആർക്ക് വേണമെങ്കിലും എന്നെ എന്താ പറയുക ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം കേട്ടോ. ഐ ടു ഹാവ് എൻ ഇന്നസെൻറ്റ് മോം ലൈക്ക് യുവേഴ്സ് ഇൻ മൈ ഹോം. ഓക്കെ, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അലീന സിസ് സോഫ്റ്റ്വെയറിൽ എന്തായിരുന്നു വർക്ക് ചെയ്യുന്നത്? ഞാൻ എവറി വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, കുഴപ്പമില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൽ ERP എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. മൈക്രോസോഫ്റ്റിൽ ERP എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലെ സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ടേംസിൽ പറഞ്ഞാൽ ടെക്നോ ഫങ്ഷണൽ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഇപ്പോൾ നോക്കുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക്. ഇത് PHP, Java, .NET അങ്ങനത്തെയൊക്കെ പോലെ തന്നെ ഒരു AL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇൻസ്പയർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാറു അച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കമൻസൊക്കെ എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. ചില കമൻസ് എനിക്ക് മനസ്സിലാവാറില്ല, ആക്കി പറയുന്നതാണോ അല്ലാതെ പറയുന്നതാണോ എന്ന്. എന്നാലും എല്ലാവർക്കും താങ്ക് യു. വന്നിരുന്ന് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കമൻസിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് കുറച്ച് ക്വറീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി മെയിൽ ID ഞാൻ അയച്ചുകൊണ്ടിരിക്കുക. 1-2 പേരിൽ ഇത് ഓട്ടോമേഷൻ അല്ല, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് കുറേ മെസ്സേജ് അങ്ങനെ അടിയിൽ പോകും. അപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പോൾ ബെറ്റർ റീസെൻ്റ് എന്തെങ്കിലും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഹായ് സിസ്, ദിസ് വീഡിയോ വാസ് സോ ഹെൽപ്ഫുൾ ഫോർ മീ ഇൻ മൈ മൈൻഡ് സ്ട്രെസ്. യെസ്, അതെ, നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ട്രെസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻപുട്ടും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ വരണ്ടേ, ഇങ്ങനെ പോകേണ്ടത്, എന്താ പഠിക്കേണ്ടത്, നത്തിങ് എനിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ
എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ വ്ളോഗ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ടേ ഞാൻ പോവുള്ളൂ. പക്ഷേ ഇതെനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോൻ്റെ ടോപ്പിക്കൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ചെയ്യാം. ലോട്ട്സ് ഓഫ് താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് വീഡിയോ. ഐ എം ഓൾസോ പൈത്തൺ ഡെവലപ്പർ ഫ്രഷർ ഓൾസോ ലുക്കിംഗ് ഫോർ ജോബ് ഇൻ ദുബായ്. താങ്ക് യു സോ മച്ച് യുവർ സപ്പോർട്ട് ഫോർ മൈ മൈൻഡ്. താങ്ക് യു. ഇപ്പോൾ ഒരാളുടെ മൈൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. പിന്നെ ലവ് ഒക്കെ ഉണ്ട് കേട്ടോ, ആരാന്നറിയില്ല. തീർത്ഥയുടെ ലവ് ഉണ്ട്. പിന്നെ സന്ധ്യ, താങ്ക് യു. ഈ ഓക്കെ കുറച്ച് ഇത്തിരി കേട്ടോ. ഈ വീഡിയോ എനിക്ക് ഇൻസ്പിറേഷൻ ആയി ചേച്ചി, ബിക്കോസ് ദുബായ് ജോബ് എൻ്റെ ഒരു ഡ്രീമാണ്. ദുബായ് ജോബ് എന്ന് പറഞ്ഞാലേ ഇവിടെ സേഫ്റ്റി ഉണ്ട്, ഇവിടെ ടാക്സ് ഒത്തിരി കൊടുക്കണ്ട, അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. എനിക്ക് അതാണ് ഇവിടെ ഭയങ്കര ഇഷ്ടം. എനിക്ക് കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഡ്രീം ഇതൊരു 1-2 വർഷത്തെ ഡ്രീമൊന്നും ആയില്ല, 10-15 വർഷം മുന്നേ ഉള്ളതാണ്. ബിക്കോസ് എൻ്റെ പപ്പ ഇവിടെ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്ത് തുറന്നത്. അപ്പം ആ സമയത്ത് പപ്പ പറയാറുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ജോബ് നോക്കാം, അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഇതേ അല്ല, എൻ്റെ പണ്ടോട്ടേ ഉള്ള ഒരു ഡ്രീമാണ്. ഇപ്പോൾ ഒരു 2 years ആയി നാട്ടിൽ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. ബട്ട് സാലറി ഈസ് അറൗണ്ട് 10K to 15K. ഈ സാലറി കൊണ്ട് എൻ്റെ വീട്ടിലെ ഡെബിറ്റ്സ് ആൻഡ് എൻ്റെ ഡ്രീംസ് ഫുൾഫിൽ ആവില്ല. ഞാൻ ജോബ് ചെയ്ത് ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് പണയം വെച്ച് ഇയർ ലാസ്റ്റ് ഓർ ജനുവരി പോകണം. ഇപ്പോൾ വാറിഷ്യൂ ഉള്ളത് കൊണ്ടാണ് പോണ്ട ഫാമിലി പറഞ്ഞത്. എന്തായാലും ഇയർ ലാസ്റ്റ്. അയ്യോടാ, ആക്ച്വലി ആ കുട്ടി ആരാ? ഷിസ്ന. അയ്യോ, എനിക്ക് ഭയങ്കര ഇതായിട്ടോ. 10 to 15 വരെ കിട്ടുന്നുള്ളെങ്കിലും അതിൽ നിന്ന് ഗോൾഡ് വാങ്ങിച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് പണയം വെച്ചിട്ട് ഇങ്ങോട്ട് വരാന്ന് എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. ആ സമയത്ത് ഞാൻ ജോബൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയ്യോ, എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടച്ചിങ് ആയി. എനിക്കറിയില്ല, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് സെറ്റ് ആവുക. എന്തായാലും ജോബ് കിട്ടട്ടെ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചേച്ചി വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ആണ് കേട്ടോ ഈ പാർട്ട് 3യുടെ വീഡിയോ ഒക്കെ കിട്ടിയേക്കണേ. ക്യാൻ യു ആഡ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേണോ? നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പിൻ ചെയ്യാം. കാരണം എനിക്ക് അയച്ചിട്ട് ഞാനൊരു റിക്രൂട്ടർ അല്ല. അപ്പോൾ എനിക്ക് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയാം, എൻ്റെ ഇപ്പോഴത്തെ കമ്പനിയിലൊന്നും ഒരിക്കലും എനിക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഉണ്ടായിരുന്ന കമ്പനിയിൽ ഒരാളെ റെഫർ ചെയ്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവിടെയും ഇപ്പോൾ നടക്കില്ല. അപ്പോൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഷെയർ ചെയ്യാമെന്നല്ലാതെ എനിക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. ഏച്ചി ശ്രീലക്ഷ്മി, ഏച്ചി എന്ന് പറയാം. ചേച്ചി ഇത് ഏത് ഭാഷയാണ്, എവിടുത്തെ ഭാഷയാ? എനിക്കറിയായിരുന്നു ഈ ഭാഷ. ചേച്ചി എന്ത് ചേച്ചി അങ്ങനെ ചെയ്യുന്നത്? കാസർഗോഡാ, കണ്ണൂരാ? എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലാണെങ്കിൽ ഒന്ന് ചെയ്യണേ. സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ട് ഞാൻ ചെയ്യാം. കറൻ്റ്ലി ഐ എം ഫൈനൽ ഇയർ BTech CS സ്റ്റുഡൻ്റ് ആണ്. സോ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, സ്കില്ലില്ലെന്ന് ഒരിക്കലും പറയണ്ട. നമുക്ക് എല്ലാവർക്കും സ്കില്ലുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്താ പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്താ ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടായിരിക്കും. സ്കില്ല് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്നത്. എനിക്ക് ഒരു സ്കില്ലും ഉണ്ടായിരുന്നില്ല. സ്കില്ല് ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് തന്നെ. കാരണം നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യില്ല എന്നുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചെയ്തോളും. അത് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊന്നും ബോധയുടെ ആവണ്ട. സ്കില്ലില്ലെന്നൊന്നും പറഞ്ഞ് നമ്മളുടെ സെൽഫിനെ ഡിമോട്ടിവേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സ്കില്ലൊക്കെ ഉണ്ട്, നമ്മളതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഞാൻ എൻ്റെ ലാംഗ്വേജ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലാംഗ്വേജ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കട്ടോ. അടിപൊളി വീഡിയോ ആണ്. CV മെയിൽ ആയിട്ടാണോ അയച്ചത്? CV ഞാൻ മെയിലായിട്ടല്ല അയച്ചത്, EC അപ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. കാരണം റിക്രൂട്ടേഴ്സിൻ്റെ മെയിൽ ID വർക്കിംഗ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് എൻ്റെ ഞാൻ തന്നിരുന്ന കമ്പനി മെയിൽ ID ലിസ്റ്റ് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെ അത് ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് നിങ്ങൾ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാരണം അത്രയും ഏതോ ഒരു കുട്ടി ആർക്കൊക്കെ അയച്ചിരിക്കുന്നത് വെച്ച് ചെയ്തിരിക്കുന്നതായിരിക്കാം. എനിക്കറിയില്ല കുട്ടിക്ക് എങ്ങനെ കിട്ടിയെന്ന്. എനിക്കത് ഷെയർ ചെയ്തെന്ന് ഞാൻ ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. എനിവേ അത് വലിയൊരു കാര്യമാണ്. നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്താൽ കിട്ടിയിട്ട് ഒരു 8 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ തന്നിരിക്കുന്ന കമ്പനി മെയിൽ ID ലിസ്റ്റ് വെച്ചിട്ട് റിക്രൂട്ടറോ HR അവരെ കോൺടാക്ട് ചെയ്ത്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവരെ കോൺടാക്ട് ചെയ്ത് അവർക്ക് മെയിൽ അയച്ച് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നാട്ടിലിരുന്ന് ചെയ്താലും നിങ്ങൾക്കത് സെറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഹായ്, ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ആക്കിയത്? അപ്ലൈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാമോ? അപ്ലൈ ചെയ്യുന്നത് ലിങ്ക്ഡിൻ, നൗക്കരി. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആ വീഡിയോ ചെയ്യുന്നത് ഓരോരോ പാർട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 7 പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാനത്
അത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ക്ലാഷ് ആയിരിക്കും. എനിക്കത് ഒരു ഫോർമാറ്റിൽ തന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത്. അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് വീണ്ടും അത് ചെയ്ത് അത് സെറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ചെയ്യാൻ പ്ലാൻ ഉണ്ട്, ചെയ്യാം. ഞാൻ 38 വയസ്സായി, ഹൗസ് വൈഫാണ്, ജോബ് നോക്കുന്നു ഇൻ IT. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ചിരി വന്നില്ല. എനിക്ക് ഒരിക്കലും ചിരി വരില്ല. ഇത് ആഗ്രഹിക്കുന്ന ഒരാളുടെ കാര്യമാണ്. ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ ജോബ് ഇൻ ദുബായ്. അലീന, എൻ്റെ വീട് തമ്പുരാൻപടിയാണ്, നിയർ ഗുരുവായൂർ. സംസാരം എനിക്ക് ഇഷ്ടമായിട്ടോ, താങ്ക് യു. എനിക്ക് ഒരിക്കലും ചിരി വന്നില്ല. ഞാൻ ചേച്ചിന്ന് വിളിച്ചോട്ടെ, കാരണം എനിക്ക് ഈ ചേച്ചി വിളിക്കാൻ തോന്നുന്നുണ്ട്. ചേച്ചിയാണോ ചേട്ടനാണോ? ആ ചേച്ചി, ഹൗസ് വൈഫ് ചേച്ചി, സോറി ചേച്ചി. എനിക്ക് ചിരി വന്നിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ജോബ് ഇല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമാവാറുണ്ട്. അപ്പോൾ എനിക്ക് ചിരി ഒന്നും വന്നിട്ടില്ല. എന്തായാലും ട്രൈ ചെയ്താൽ കിട്ടാത്തതൊന്നുമില്ല. നമുക്ക് എന്തായാലും ദൈവം എന്തെങ്കിലും ഒരു വഴി തന്നിട്ടുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും. കമ്പനി മെയിൽ ഐ ഡി എന്തെങ്കിലും ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അയച്ചു തരാം. ചേച്ചി, എനിക്ക് BCA വിത്ത് AA എടുക്കാനാണ് ആഗ്രഹം. അതിനെപ്പറ്റി ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? BCA വിത്ത് AA ആണെങ്കിൽ ബെറ്ററാണ്, നല്ലതാണ്. ഇപ്പോൾ AAയുടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമ്പനിയിലൊക്കെ ഡെമോ പോയിട്ടുണ്ട്. ഇപ്പോൾ AA ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരുവിധം കമ്പനികളിൽ. അത് AA വന്നുകൊണ്ട് IT ഡൗൺ ആവുക അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കുറേ പേർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട്, AA വന്ന ഓട്ടോമാറ്റിക്. അങ്ങനെയല്ല, നമ്മളുടെ വർക്ക് കുറച്ചും കൂടെ മോർ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ സ്പീഡപ്പ് ആയിട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അത് കമ്പനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ AI മാത്രം ഓട്ടോമേഷൻ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. ഒരു ഇൻപുട്ട് എപ്പോഴും വേണം. എൻ്റെ ജോലിക്കാണെങ്കിൽ എന്തായാലും ഒരു ഹ്യൂമൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, AI പഠിക്കുന്നത് നല്ലതാണ്. AI അറിഞ്ഞിരുന്ന കുറച്ചും കൂടെ എന്താ പറയുക, നല്ല കാര്യമാണ് എന്നാണ് ഞാൻ പറയുള്ളൂ. അലീന, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ജേർണി. എൻ്റെ ജേർണി ഇനിയും ഷെയർ ചെയ്യാണ്ട് കേട്ടോ, നിങ്ങൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ. ബൈ ചാൻസ് ഐ സോ യുവർ പ്രീവിയസ് വീഡിയോ ആൻഡ് ദ വേ യു ടു സേ ഇറ്റ്സ് ഓൾ where you say it all is so relatable. Okay, thank you. Could you tell me job market at present in Dubai and is it still good time to apply? ഇവിടെ വാർ സമയത്ത് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? വാറിൻ്റെ സമയത്ത് ഇവിടെ കുറേ പേര് റിസൈൻ ചെയ്ത് പോയിട്ട് അവിടെ ഫുൾ വേക്കൻസി ഉണ്ടായിരുന്നു. ഞാൻ ആ ടൈമിലാണ് ജമ്പ് ചെയ്തത് കേട്ടോ. അവിടെ വേക്കൻസി ആയിട്ടല്ല, അവിടെ പുതിയ ആൾ ആവശ്യമുള്ളതുകൊണ്ടാണ്. എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ നമ്മളുടെ ജോബ് പോലെ ഇരിക്കും. ഏത് ജോബാണ് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്താ ഓക്കെ, AA എഞ്ചിനീയർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ ആയിക്കട്ടെ കേട്ടോ. കുഡ് യു ടെൽ മൈ പ്രസൻറ്റ് ജോബ് സ്റ്റിൽ ഗുഡ് അപ്ലൈ യുവർ വാർ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്, എല്ലാം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. ഓൾ ഇറ്റ് ഈസ് പോസിബിൾ അപ്ലൈ ഫ്രം ഇന്ത്യ ആൻഡ് ഗെറ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്താലും കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒത്തിരി പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇതാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ നിന്ന് ചാൻസസ് ഉണ്ട് കിട്ടാൻ. പക്ഷെ ഫേക്ക് ആണോ അല്ലയോ എന്നാണ് നമുക്കറിയാത്തത്. കാരണം ഇവിടെയുള്ളവർക്ക് പോലും ഫേക്ക് ആണെന്ന് പോലും അറിയാം. ഇവിടെ ഫേക്കും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയാണ് ഇതാണ് രജിസ്ട്രേഷൻ ഫീസ്, ഇത്ര തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കൺസൾട്ടൻസി ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടായിരിക്കാം. അവിടെ പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ആ കൺസൾട്ടൻസിയെ പൂട്ടി പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓൾസോ പോസിബിൾ ഇന്ത്യ പേഴ്സൺ. ഞാൻ അത് വായിക്കാം കേട്ടോ, കുറച്ചുണ്ട്. MA വിത്ത് പ്രൊജക്റ്റ് നോ എക്സ്പീരിയൻസ് ഇൻ എ കമ്പനി കൂടി. ഓക്കെ, എക്സ്പീരിയൻസ് ഇല്ല, ML എഞ്ചിനീയർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക്ഡിൻ വെച്ച് കണക്ട് ചെയ്ത് HR ML ഏതൊക്കെ കമ്പനികളിലാണ് യൂസ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ ലൈക്ക് എവിടെയാണ് വേക്കൻസി വന്നേക്കുന്നത്, അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നോക്കുക. അവരെ കണക്ട് ചെയ്യുക. മാക്സിമം അങ്ങനെ കണക്ട് ചെയ്തിട്ട് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൽ കുറേ കോഴികളുണ്ടായിരിക്കും, അത് മൈൻഡ് ചെയ്യേണ്ട. അത് മൈൻഡ് ചെയ്യാതിരുന്ന അതിന് സമയം ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ലിങ്ക്ഡിനിൽ കോഴികളുടെ കാലമാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ചേച്ചി, ഞാൻ BCA കഴിഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. 1 കോളേജ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അത് കിട്ടിയില്ല. ഇനി PG ചെയ്യാൻ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, പിന്നെ ചെയ്യാൻ തോന്നുന്നില്ല. കുറേ ഞാൻ ട്രൈ ചെയ്തു, എല്ലാം ഫെയിലായി. TCS കോഴ്സിൻ്റെ എല്ലാം അതിനിപ്പോൾ എന്താ, TCS ജോബ് കിട്ടിയില്ലെന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? അയ്യോ, ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല കോളേജ് പ്ലേസ്മെൻറ്റില്ല. അതിന് സ്കില്ല് വേണമെന്ന് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നില്ല, എന്ത് ചെയ്യുക? അതൊന്നും പ്രശ്നമേ ഇല്ല. ഡെവലപ്മെൻറ്റ്, എനിക്ക് ഡെവലപ്പർ സ്കില്ലില്ല, ഇനി എന്ത് ചെയ്യാം? ഡെവലപ്മെൻറ്റ് സ്കില്ലൊക്കെ വന്നോളൂ. നമ്മളൊരു ജോബ് കിട്ടി, നമുക്കത് നമ്മളതിൽ ഇന്നായി കഴിഞ്ഞാൽ നമുക്ക്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് മെയിൻ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഒന്നുമില്ല, എടുക്കാമെന്നില്ല, അതൊക്കെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അവർ എല്ലാം അറിയാമെന്നുള്ള തരത്തിൽ പോയാൽ മതി. അപ്പോൾ എന്തായാലും
സെറ്റാവും. ഞാൻ മലയാളം മീഡിയം ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓൾസോ മിഡിൽ ക്ലാസ് ഫാമിലി. ചേച്ചീനെ കുറേ റിലേറ്റ് ഒരു പ്രശ്നമില്ല. ഇതാരാ സനിത സജു. ഒരു പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾക്കൊക്കെ കിട്ടും, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ചേച്ചി ഐ ആം സോ ഇൻസ്പയർ, താങ്ക് യു സോ മച്ച്. ഡാറ്റ അനലിസ്റ്റിൽ സ്കോപ്പ് ഉണ്ട് അവിടെ, ലിങ്ക്ഡിൻ ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് ലിങ്ക്ഡിൻ കാരണം എൻ്റെ റിലേറ്റഡ് അല്ല നിങ്ങളുടെ ആരുടെ ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്താലും മനസ്സിലാവും. അത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രിപ്പിളി പറയേയില്ല. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഒന്നും ജോബ് കിട്ടാണ്ട് പോയിട്ടുണ്ട് ട്രിപ്പിളി കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ അറിവിൽ ട്രിപ്പിളി പഠിച്ചിട്ട് എല്ലാവരും IT മൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എനിക്കറിയാം. ഏത് കോളേജിൽ പഠിച്ചെന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുണ്ടല്ലോ, ലവ് ആണ്. എൻ്റെ അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ, റിഞ്ഞി ഷാജി എന്ന് പറഞ്ഞിട്ട് ലവ് ഇട്ടിട്ടുണ്ട്. അമ്മ താങ്ക് യു. എൻ്റെ അമ്മയുടെ കമൻറ്റ് വായിക്കേണ്ടത് അമ്മ എനിക്ക് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ലവ് ഒക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് ലവ് അധികം. ചേച്ചിക്ക് എത്ര സപ്ലൈ ഉണ്ടായിരുന്നു? ഇങ്ങനെ സപ്ലൈ ചെയ്തെടുത്തത് കണക്കല്ലാതെ എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ കിട്ടില്ലേ ഫസ്റ്റ് സെമ്മിൽ 3, സെക്കൻഡ് സെമ്മിൽ 3, തേർഡ് സെമ്മിൽ 4, ഫോർത്ത് സെമ്മിൽ 5 കിട്ടിയപ്പോൾ പഠിച്ചു. പിന്നെ എന്തായാലും അറൗണ്ട് ഒരു 10-21 ഉണ്ടായിരിക്കും. അതൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല. എനിക്ക് അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. HOD റൂമിൽ കയറാൻ നിൽക്കുകയാണ്. പുറത്ത് സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയർ S2 ആണോ S3 ആണോ എനിക്കറിയില്ല. അമ്മ വന്ന് എത്ര സപ്ലൈ ഉണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞു 3. അപ്പോൾ അത്ര തന്നെയല്ലേ ഉള്ളൂ. എൻ്റെ പേടിച്ചിട്ടാണ് നിൽക്കണേ കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ, എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അല്ല എനിക്ക് കയറുമ്പോൾ കൂടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 8. അപ്പോൾ അമ്മ 8 എത്ര 8 ഇനി കൂടുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയപ്പോൾ സപ്ലൈയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പം എന്നിട്ട് വന്നിട്ട് എനിക്ക് നല്ല കിട്ടി. അപ്പോൾ കുറച്ച് അധികം കമൻ്റ് ഉണ്ട്, ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഡിയൻസ് മലയാളീസാണ്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു ഇമോഷൻ കണക്ട് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഒരുവിധം കമൻ്റൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞാൻ കേൾക്കാം. നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണ്. എനിക്ക് അങ്ങനെ ഒരു മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. എന്നെ കണക്ട് ചെയ്ത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിൽക്കുന്ന കുറച്ച് പേരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ജേർണിയിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റാ.